ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ പകൽപ്പൂരാണ്. പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും പോവില്ലായിരിക്കും. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റപ്പോൾ ആകെ ഒരു മൂഡ് ഓഫും എന്തൊക്കെ. നമുക്ക് അങ്ങനെയാണല്ലോ, പൂരമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനൊക്കെ കഴിയുമ്പോൾ ആകെ ഒരു വിഷമം. അതെന്താണെന്ന് അറിഞ്ഞൂടെ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഭയങ്കര ഒരു വിഷമം. അപ്പം അങ്ങനെയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അഭിച്ചേട്ടൻ പിള്ളേരും കൂടെ കുളത്തിൽ നീന്താൻ പോയ ആദ്യനെ പഠിച്ചിട്ടില്ല അവൻ ശരിക്കും. ഞാൻ പിന്നെ പോയില്ല, മൂടില്ലാത്തതുകൊണ്ട് തന്നെ. ആദ്യം വെച്ച് പോയാൽ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലാന്ന്. പക്ഷെ പിന്നെ പോയില്ല, പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്രോണി ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് വിചാരിച്ചിട്ട് മാക്രോണി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾ ലുലു ഡെയിലിയിൽ പോയപ്പോൾ ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി എന്തെങ്കിലും കറി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു. ഞാൻ ദേ ഉപ്പും മുളകും കണ്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്ന് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ആരുടെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ എന്നാൽ സംസാരിക്കാൻ ആൾക്കാരും ഇല്ല, പിന്നെ ചെയ്യും. അപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കും. ട്രാവൽ വ്ളോഗ്സ്, ഉപ്പുമുളക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് പണി ചെയ്യും. ഇന്നലത്തെ പുലർച്ചെ വെടിക്കെട്ട് കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഇൻട്രസ്റ്റഡ് അല്ലടോ, ആർക്കും ഇഷ്ടമില്ല. ഇവിടെ ഇഷ്ടമില്ല എന്നല്ല, ആരെയും കൂട്ടി പോവാം ചേട്ടന് താല്പര്യമില്ല. പിന്നെ ആരാ, അപ്പോൾ പിന്നെ പോയില്ല. എല്ലാവരും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു തോന്നുന്നു. പിന്നെ നമ്മുടെ അതിർത്തിയിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ ഒരു ടെൻഷനായിരുന്നു. ഇന്നലെ കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തൃശ്ശൂർ പൂരത്തിൽ പതിവാണ് എങ്കിലും. പിന്നെ മോക്ക് ഡ്രിൽ ഉണ്ടെന്നൊക്കെ കേൾക്കണു. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പുതിയ എക്സ്പീരിയൻസ് അല്ലേ, കേൾക്കുമ്പോൾ ഒരു പേടിയൊക്കെ. അപ്പോൾ നമുക്ക് കട്ടിങ്ങിൽ വിട്ട് പോകാം. മീൻകറി ഇതൊക്കെ കൂടെ വേഗം വെച്ച് പണി തീർക്കണം. ഈ റീലെടുക്കണം എന്നുണ്ട്. മൂടില്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. റീലെടുക്കണം എന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. കുക്കിങ്ങിലോട്ട് പോകാം. വർത്താനം പറഞ്ഞിരുന്നിട്ടേ എത്ര നേരം ഞാൻ ഫോൺ നോക്കി സംസാരിച്ചു. നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? കുറേ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എന്തോ ആരുടെ അടുത്തോ സംസാരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഫോണിൽ നോക്കി എന്തെങ്കിലും പറയുമ്പോൾ. അപ്പം അതങ്ങനെ ആ വഴിക്ക് പോട്ടെ. ഞാൻ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവും. ഞാൻ ഇതുവരെയായിട്ടും ഇതും കണ്ടിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എൻ്റെ മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ അല്ലേ കടന്നു പോകാറ്. ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു എൻ്റെ മുഖത്ത് കാണാം. കാരണം മുഖം നോക്കിയാൽ മുഖം ക്യാപ്ചർ എപ്പോഴും പറയും, മുഖം കയറ്റി പിടിച്ച് നടക്കുന്നത്. അത് ആരുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ടോ കാര്യം കൊണ്ടോ ഒന്നല്ല, ഒരു വിഷമം. തൃശ്ശൂർക്കാർക്കൊക്കെ അത് മനസ്സിലാവുമായിരിക്കും. അയ്യോ പൂരം കഴിഞ്ഞില്ലേ എന്നുള്ളൊരു വിഷമമൊക്കെയാണ് കേട്ടോ. പിന്നെ പകൽപ്പൂരം അവിടെ നടന്നുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, അന്ന് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ വന്നു കേട്ടോ. അവർ വന്ന് പിന്നെ അവർ കുളിയായി. കാരണം അവിടെ കുളത്തിൽ നിന്ന് കുളിച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഒന്നും കൂടി വൃത്തിയിലൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ ബക്കറ്റിൽ കൊണ്ടിടും കേട്ടോ. അപ്പം ഞാൻ ഉപ്പുമുളകോ വീഡിയോ എന്ത് വെച്ചാലും ഇവനിവിടെ കയറിയിരിക്കും. മറ്റുള്ള ട്രാവൽ വ്ളോഗ്സ് ഒന്നും കാണുമ്പോൾ ഇങ്ങനെ വന്നിരിക്കാറില്ല. പക്ഷെ ഉപ്പുമുളകിൻ്റെ ഫാൻസാണ് ഇവർ. അത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതേ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഞാൻ വേഗം തന്നെ മാക്രോണി റെഡിയാക്കി കേട്ടോ. മാക്രോണി കുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞത് ഉണ്ടാക്കാന്നുള്ളത് വലിയ പണിയൊന്നുമില്ല. ഞാൻ ചീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ റൈസ് കുക്കറിൽ വെക്കാനുള്ള അരിയൊക്കെ വെന്തായിരുന്നു. പിന്നെ എനിക്ക് തിളപ്പിച്ച് ഊറ്റാൻ കുറച്ച് ചോറുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തിളപ്പിച്ചിട്ട് ആ പണികളൊക്കെ സൈഡിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്രോണി റെഡിയായി. ഞങ്ങളൊരു ഉണ്ട കാസ്ട്രോൾ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ മാറ്റിയിട്ടോ. ചൂടാറാണ്ടിരിക്കുമല്ലോ. ഈ പിള്ളേരെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. ചില ദിവസങ്ങൾ കുളത്തിൽ നിന്ന് നീന്തി കഴിഞ്ഞ് വന്നാൽ നല്ല വിശപ്പാണ് കേട്ടോ. പിന്നെ രണ്ടെണ്ണത്തിന് വിശപ്പില്ലായിരുന്നു. അപ്പോൾ വേഗം ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ഈ സ്ലോ ആവുന്നത് എനിക്ക് കടയിൽ പോകണ്ടാത്തൊരു ദിവസം. കാശ്മീരിൽ നടക്കുന്ന അതിൻ്റെ ന്യൂസ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഭയങ്കരമായിട്ട് ന്യൂസ് ചാനലുകളിലൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അന്ന് ന്യൂസൊക്കെ വന്നിരുന്നത്. നമ്മൾ തിരിച്ചടിച്ചൊരു ദിവസം. നമുക്ക് സത്യം പറഞ്ഞാൽ ആസ് എ ഇന്ത്യൻ നമുക്ക് പ്രൗഡൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും ഒരു മനസ്സിലെവിടേക്കോ ഒരു പേടി. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ആരെ പേടിക്കാത്തേ അല്ലേ? കുറച്ച് കഴിയുമ്പോ നിനക്ക് അയ്യോ വയ്യ പറയാനല്ലേ. കുറച്ച് നേരം നിക്കുള്ള കൈസ്, 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ അവന് ബോറടിക്കും. അവളെവിടെ എന്തൊരു ചെയ്യണ? നമുക്ക് റീലെടുക്കാം. ഞാൻ വേഗം മീൻ നന്നാക്കിയിട്ട് കുളിച്ചിട്ട് വരട്ടെ. ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട്.
ഇന്നലെ ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ ഇത് മേടിച്ചു. നല്ലതാണോന്ന് അറിയില്ല. ഇത് ലുലു ലിക്വിഡ് ഡിറ്റർജൻറ്റ്. മുകളിലേക്ക് വാഷിംഗ് മെഷീൻ്റെ അവിടേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കണം. അപ്പം ഞാൻ അടുക്കളയൊക്കെ ഒതുക്കട്ടെ. അടുക്കളയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. മാക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഫിനിഷ് ആയിട്ടില്ല, കുറച്ച് നീര് കൂടിപ്പോയി. പക്ഷെ ടേസ്റ്റ് കാണുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി മീൻ നന്നാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കും. കറി അത് കഴിഞ്ഞിട്ട് വെക്കുള്ളൂ. പരിപ്പ് കൂട്ടാൻ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണം ഇന്നത്തെ പരിപ്പ് കൂട്ടാനാണ്. ഞാൻ കളഞ്ഞൊന്നുമില്ല, നല്ല കറിയാണ്. അപ്പം ചാള കൈ കഴുകുക. വേണം കേൾക്കുമ്പോൾ അവിടെ പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. പോകാൻ പറ്റില്ലല്ലോ, അന്ന് തന്നെ പോയി. ഇനിയിപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവും. വേണ്ടല്ലേ, പോകണ്ട. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവണല്ലോ അല്ലേ. മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതിയ യൂട്യൂബേഴ്സ് ആകുമ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് ആണല്ലോ. എനിക്കറിയാം സ്ട്രഗ്ലിംഗ് ആണെന്നറിയാം. എങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണമല്ലോ. ആ ട്രൈയിലാണ്. പത്രങ്ങൾ കഴിക്കിട്ട് മീൻ നന്നാക്കട്ടെ കേട്ടോ. എനിക്ക് ഭാഗ്യമില്ല പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പൊ എന്താ പറയാ, അടുത്ത് വരെ എത്തിയാലും അത് പോകും. ആരെയും സംസാരിക്കാൻ കിട്ടാണ്ടിരുന്നിട്ട് ആമീനെ കിട്ടിയപ്പോൾ ഞാൻ എന്തൊക്കെയോ പരാതികൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ മീൻ നന്നാക്കൽ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇനിയിപ്പം നന്നാക്കി ഇങ്ങനെ വെക്കണ്ടല്ലോ, എന്നാൽ കറി വെച്ചിട്ട് കുളിക്കാൻ പോവാം എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ എൻ്റെ പ്ലാനൊക്കെ മാറ്റി ഞാൻ കറി വെച്ചിട്ട് കുളിക്കാമെന്നാക്കി കേട്ടോ. അപ്പോൾ ആമി പറഞ്ഞു ഞാൻ നാളികേരം ചെരിക്കരാം, ഒരു വട്ടം ചെയ്തൊരു എക്സ്പീരിയൻസ്. ആമി നാളികേരം ചെരിക്കുന്നു. നിന്റെ രണ്ടാമത്തെ പ്രാവശ്യമല്ല നീ ഇപ്പൊ ചെരുക്കണേ. ഒരു മറ്റേ മെഷീനായിരുന്നു, ഇപ്പൊ മെഷീൻ കേടായി. മീൻകറി റെഡിയായി. കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. വൈകുന്നേരം കപ്പയെങ്ങാനും മേടിച്ചാലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ പറവട്ടാനിയിൽ ഗുരുവായൂരപ്പ കഫേയുടെ തൊട്ടപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയപ്പോൾ പാൽക്കപ്പയും ബീഫും കഴിച്ചു. ഞാൻ ഇടയ്ക്ക് പാൽക്കപ്പ ഇവിടെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കാറില്ല. പിന്നെ പാൽക്കപ്പ ഉണ്ടാക്കിയാലോ, നല്ല ചാളക്കറിയുണ്ട്. നോക്കട്ടെ വൈകുന്നേരം അവിടെ പോയിട്ട് കഴിക്കാൻ പറ്റുമോ. പോയി കുളിക്കട്ടെ കേട്ടോ. ഒരുപാടായി, വന്ന് 11 മണി കഴിഞ്ഞു റീലെടുക്കാൻ വേണ്ടിയിട്ട്. ദാബിച്ചേട്ടൻ എനിക്ക് തൃശ്ശൂർ പൂരത്തിന് മേടിച്ചെന്ന കമ്മല ഭംഗിയുണ്ടല്ലേ, കൊള്ളാം. റീലെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ റോട്ടിക്കൊന്നും പോയില്ല, വീടിന്റെ മുറ്റത്ത് തന്നെ നിന്നിട്ട് എടുത്തു. കമ്മല് ഭംഗിയുണ്ടല്ലേ. നിനക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയില്ലേ? തൃശ്ശൂർ പൂരം കഴിയുമ്പോൾ ഒരു ഇതല്ല തൃശ്ശൂർക്ക് വിഷമമുണ്ട് കേട്ടാ. പിള്ളേർക്ക് വരെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ വലിയ നമ്മളിപ്പോ ഓണം വിഷുക്കെ കഴിഞ്ഞൊരു ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവില്ലയോ, അതുപോലെ ശരിക്കും പറഞ്ഞാൽ ആ ഉപചാര ജോലി പിരിയുമ്പോൾ ഒക്കെ നമുക്ക് ശരിക്കൊരു കണ്ടു നിറയും. സത്യം ഞാൻ അടുത്ത കൊല്ലല്ലേ കാണുള്ളൂ എന്നുള്ളൊരിതില്. അത് വേറെ എല്ലാവർക്കും പറഞ്ഞാൽ അത് ഫീല് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് ചെറുപ്പം മുതലുണ്ട്. ഫുൾ ടൈം TCVയിലൊക്കെ
പണ്ട് എല്ലാ ചാനലിലും ഇങ്ങനെ വലിയ കാര്യമായിട്ട് കാണിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ TCVയിൽ നല്ല കാര്യമായിട്ട് തന്നെ കാണിക്കും. ഞാൻ പൂരപ്പറമ്പിലൊന്നും പണ്ട് ഞങ്ങൾ പോവാറില്ല കേട്ടാ. പൂരപ്പറമ്പിലൊക്കെ പോവാറേ ഇല്ല. ഇവിടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പറയാ ആണുങ്ങൾക്ക് മാത്രമുള്ള പൂര, പെണ്ണുങ്ങൾ അങ്ങോട്ട് പോവില്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടേക്കണേ. ഞങ്ങൾ ഈ പൂരൊക്കെ ഫുള്ളും ഇരുന്ന് TV-യിൽ ഞാൻ കണ്ടേക്കണേ. വെടിക്കെട്ടിനോ സാമ്പിളിനൊക്കെ പണ്ടച്ച കൊണ്ടുപോകാറുണ്ട്. പാറമേക്കാവിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടെ സ്കൂട്ടറിലൊക്കെ പോകണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സാമ്പിളിൽ മാത്രം ചമയവും കാണും. അല്ലാണ്ട് അതിനുപരി ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഇതൊന്നും ഞാൻ ഇതുവരെയായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പണ്ട് വരെ. ഇതുവരെ ആയിട്ടെന്നല്ല, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ഞങ്ങൾ രാത്രി പൂരത്തിനെങ്കിൽ പോകാറുണ്ട്. ഇപ്രാവശ്യം തെക്കോട്ടർക്കല്ലല്ലോ, നെയ്തലക്കാവ് ഭഗവതി വന്ന് തുറക്കണേനും പോയിണ്ടായിരുന്നു. ഞാൻ അടുത്ത വർഷം വെടിക്കെട്ട് കാണാൻ പോകണം. ചേട്ടൻ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങണം അടുത്ത വർഷത്തേക്ക് പോകാനായിട്ട്. ശരിക്കും നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ആ റൂട്ടാ പോകാൻ പറ്റുള്ളൂ. റൗണ്ട് വഴി എപ്പോഴും കാരണം തന്നെ മ്യൂസിക് ക്ലാസ് ഒക്കെ റൗണ്ടില്ല. നമുക്ക് അടുത്ത വർഷം കുറച്ചും വർഷം. എന്നാലും ഇവരെ സംബന്ധിച്ചൊക്കെ ഇവർ ചെറുപ്പം മുതലേ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ജനറേഷൻ വ്യത്യാസം വരുമ്പോൾ നല്ല മാറ്റമുണ്ട്. അവർ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി ഇപ്പോഴത്തെ ജനറേഷനൊക്കെ. അങ്ങനെ അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാം. മീൻ വറക്കണം. ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പണികളും കഴിഞ്ഞിട്ടില്ല, എനിക്ക് തുണികൾ കഴിയണം. അപ്പോൾ ഓക്കെ, ഇനി വൈകുന്നേരം വീട്ടിൽ പോകണം. ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ട് സാരി, അമ്മമാരുടെ മുന്നത്തെ ലുക്ക് റിക്രിയേഷൻ. അപ്പോൾ ആമി എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഇത് കണ്ടപ്പോൾ അവർക്ക് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സാരിയൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. പിന്നെ പറഞ്ഞ പ്ലാനൊന്നും അന്നത്തെ ദിവസം നടന്നില്ല കേട്ടോ. അഭിചേട്ടൻ വന്നു. അഭിചേട്ടൻ സ്നേഹതീര ഭാഗത്ത് അളവെടുക്കാൻ പോകണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞ് ഞാനും ബുള്ളറ്റിൽ കയറിയിരുന്നു കേട്ടോ. കാറിലല്ല ബുള്ളറ്റിലാണ് പോകണമെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളാണെങ്കിൽ ബുള്ളറ്റിൽ അങ്ങനെ വലിയ റൈഡൊന്നും അങ്ങനെ പോയിട്ടില്ല. ബുള്ളറ്റ് മേടിച്ച് വെച്ചത് മാത്രമേ ഇനി ഉള്ളൂ. വലിയ യാത്രകളൊന്നും ടൗണിലേക്കൊക്കെ പോയി വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു ലോങ് ആയിട്ട് എവിടെയും പോയിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ പിന്നെ വെയിലാറിയ സമയമാണ്. വെയിൽ നമുക്ക് പറയാം ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ വെയിലില്ല. അപ്പോൾ അഭിചേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോൾസ് വരുന്നുണ്ട്. ഇപ്പോൾ കാറിലാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സംസാരിച്ച് പോകും, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകും. ബുള്ളറ്റ് എനിക്ക് ഓടിക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ബുള്ളറ്റ് ഓടിക്കാൻ. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെയാകുമ്പോൾ പിന്നെ പുഴയും തോടും കുളവും അല്ലാണ്ടുള്ളൂ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ സൈറ്റിലെത്തിയിട്ടോ. അപ്പോൾ ഇത് റിനോവേഷൻ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുകടിച്ചിട്ട് നല്ലോണം കൊതുകടി ഉണ്ടായിരുന്നു. കുഞ്ഞേ കൊതുക്കളുണ്ടല്ലോ. ഞാനവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ഒരു ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനിട്ടേ. അങ്ങനെ അഭിചേട്ടൻ വന്ന് ഞങ്ങൾ സ്നേഹതീരത്ത് പോയി. തളിക്കുളം ഭാഗത്തായിരുന്നു ആ കസ്റ്റമറിൻ്റെ വീട്. അത് ഞങ്ങൾ സ്നേഹതീരത്ത് പോയിട്ട് അപ്പോൾ ചെറുതായിട്ടൊരു വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെയുള്ള ഒരു ടീ സ്റ്റോളിൽ കയറിയിട്ട് അഭിചേട്ടൻ ചായ കുടിച്ചു. ഞാൻ ബജി പിന്നെ സോഡ സർബത്തൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ ഉഷ്ണിച്ചുള്ള ചൂടുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അഭിചേട്ടന് ചൂടെടുത്തായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് വെയിലൊന്നും കൊണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്നൊരു മുട്ട ബജിയും മുളക് ബജിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ട ബജി. ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി മേടിച്ചായിരുന്നു. പക്ഷെ രണ്ടാമതൊരു സൈറ്റും കൂടി അളവെടുക്കണ്ടായിരുന്നു. അതൊരു ഹോട്ടലായിരുന്നു, ചാവക്കാട് കൂടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇവിടെ നിന്ന് കഴിക്കണ്ടായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത്. അങ്ങോട്ടുള്ള ബീച്ച് കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ.
വായിക്കാൻ കഴിച്ചു കേട്ടോ. നല്ല മണടിക്കുന്നുണ്ടായിരുന്നു. ഡോറെടുക്കാൻ അക്ഷരം പോയ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. റൗണ്ടിലോട്ട് കടന്നപ്പോൾ പന്തലും ലൈറ്റ് ഒന്നും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ എന്നെ ഞെട്ടിച്ചളഞ്ഞ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. സാധാരണ പൂരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ആന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു കാര്യം അന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്, റോട്ടിൽ ഒരു കച്ചറ പോലും ഉണ്ടായിരുന്നില്ല. ഇത്ര വലിയ പൂരം കഴിഞ്ഞിട്ട് നോക്കി ആ വഴിയൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിമാർ. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിരുന്നു അന്ന്. ഇത്രയും ക്ലീൻ ചെയ്തിട്ട് ഞാൻ തൃശ്ശൂർ ഈ പൂരത്തിന് ശേഷം ആദ്യമായിട്ടാണ്. മാത്രമല്ല കേട്ടോ ആ ചേട്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ പിള്ളേരെ വിളിക്കാനായിട്ട്. കിടക്കണ തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായിട്ട് കിടക്കണതാണ്. വയ്യാണ്ടായിട്ട് കിടക്കുന്നത് പക്ഷെ കളിച്ച് വയ്യാണ്ടായിട്ട് കിടക്കണതാണ്. കളിച്ച് തിമിർക്കാന്ന് പറഞ്ഞാൽ പിള്ളേർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും കോലം നോക്കി അതുമാതിരി കളിയാണ് കളിക്കുന്നത്. അപ്പം പിന്നെ ഞങ്ങൾ അവരെ കൂട്ടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ടൂറിൻ്റെ ഡിസ്കഷനൊക്കെ നടന്നു, പക്ഷെ അത് പാളിപ്പോയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിയാണ് കേട്ടോ. വന്ന വഴിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ആദ്യം സ്വിച്ച് ഓഫ് ചെയ്ത പോലെ കിടന്ന് ഉറങ്ങിയിട്ടോ. അത്ര ക്ഷീണമുണ്ട് അവർക്ക് കളിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ശരിക്കും ഫുള്ളി ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. ഇത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.